ഹലോ ഗൈസ്, ഞാനിന്ന് ചുമ്മാ വൈകിട്ട് ഇതിൽ നടന്നപ്പോഴാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണമല്ലോ, അങ്ങനെയാണ് ഞാൻ ഈ ആക്രിലിക് പെയിൻറ്റ് കണ്ടത്. അപ്പം നമുക്കൊരു ഒരു കല അങ്ങ് പുറത്തെടുപ്പിച്ചേക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ മുണ്ട്, അതും വെള്ള മുണ്ട് അവിടെ കിടക്കുന്നത് കണ്ടു. ഞാനത് വലിച്ചു കീറി, ഒന്നും കൈ നോക്കിയില്ല ഗൈസ്, ഞാനതങ്ങ് വലിച്ചു കീറി. വൈകിട്ട് വരുമ്പോൾ എന്നെ വലിച്ചു കീറുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കുഴപ്പമില്ല, മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. പിന്നെ അങ്ങ് കലാപരിപാടികൾ തുടങ്ങി. ആദ്യം ചുമന്ന കളർ, അത് നല്ല കട്ട ചുമന്ന കളർ എടുത്ത് അങ്ങ് പൂവങ്ങ് അടിച്ചു തുടങ്ങി. ആദ്യം ഞാൻ ബേസ് വരച്ച് വെച്ചിരുന്നേ, അതിൻ്റെ മുകളിലേക്കാണ് ഈ ചുമന്ന കളർ. മൊത്തം കുളമായി എൻ്റെ ഈശ്വര, ഇനി എന്ത് ചെയ്യുന്നു? എന്തായാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ എന്ന് കരുതി അങ്ങ് വരച്ചങ്ങ് തുടങ്ങി. ഏതായാലും കുളമാകുമെന്ന് ഉറപ്പായി. പിന്നെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് കുളമാക്കിയേക്കാമെന്നങ്ങ് വിചാരിച്ചു. പിന്നെ അങ്ങ് കളറടിക്കലേ ചുവപ്പങ്ങ് വാരി തൂറി. സൈഡൊന്നും ശരിയാവുന്നില്ല, എന്നാലും നമ്മൾ ശരിയായിട്ടല്ലേ പറ്റൂ, നമുക്കങ്ങ് തുടങ്ങാം എന്ന് വിചാരിച്ച് അങ്ങ് ചെയ്തങ്ങ് തുടങ്ങി. ആദ്യം ഒരു ഇതൾ ചെയ്തു, മൊത്തം കുളമായി. എന്നാലും സാരമില്ല, ബാക്കിയും കൂടി ചെയ്തേക്കാമെന്ന് വിചാരിച്ച് മറ്റതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. കളർ ചെയ്ത് തുടങ്ങി. എന്ത് ചെയ്താൽ തീരുന്നില്ല, സൈഡൊന്നും ശരിയാവുന്നുമില്ല. ഇനി അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ അതിലും വലിയ പ്രശ്നമാവും. അച്ഛൻ്റെ വെള്ളമുണ്ടാണ് നമ്മൾ ഈ കീറിയേക്കുന്നേ. അച്ഛൻ വരുമ്പോൾ ചോദിക്കും, നിനക്ക് പേപ്പറൊന്നും കിട്ടിയില്ലേടി, എൻ്റെ വെള്ളമുണ്ട് മാത്രമാണ് കിട്ടിയോളൂ എന്നുള്ള ചോദ്യം. അത് പറ്റിയ വഴി കൂടെ കേൾക്കും. ഏതായാലും നമുക്ക് ചെയ്ത് നോക്കാം. അവസാനം കുളമാകും നമുക്ക് ഉറപ്പായി. പിന്നെ നമ്മൾ ബാക്കിയും കൂടി ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അവസാനത്തെ പൂവിനും കളർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും കൂടി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ പ്ലാൻ വൻ ഫ്ലോപ്പായിരുന്നു ഗൈസ്. പിന്നെ ഒന്നും നോക്കിയില്ല, നമുക്കങ്ങ് ചെയ്തങ്ങ് തീർക്കാം. അവസാനം എങ്ങാനും ശരിയായാലോ എന്നോർത്ത് നമ്മൾ ബാക്കിയും കൂടി ചെയ്തു തുടങ്ങി. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം പരാജയമായിരുന്നു ഗൈസ്. നിങ്ങൾ തന്നെ നോക്കിയതിൻ്റെ കോലം. പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ പഠിച്ച് വരുന്നേ. അത് കാരണം പിന്നെ നമ്മളങ്ങ് ചെയ്യുന്നു. പിന്നെ നടുക്ക് ചുമ്മാ ഇരിക്കണ്ട, മഞ്ഞ അങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിച്ച് മഞ്ഞ കളർ അങ്ങ് അടിച്ചു തുടങ്ങിയപ്പോൾ തോന്നി വേണ്ടായിരുന്നു എന്ന്. പിന്നെ ഞാൻ എന്തിനാ ഇത് ചെയ്തതെന്ന് വരെ ആയിപ്പോയി. പിന്നെ നമുക്ക് ഏതായാലും അങ്ങ് ചെയ്തേക്കാം. ചുമ്മാ ഇരിക്കല്ലേ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. വീട്ടിലെ ഈ ടി വിയും ഫോണും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് ചെയ്തു. എല്ലാത്തിലും നമ്മൾ മഞ്ഞ കളർ ഞാൻ കൊടുത്തു. അന്നേരമാണ് എൻ്റെ മനസ്സിൽ എന്ത് അങ്ങനെ മഞ്ഞ കളർ കൊടുത്ത് മാത്രമല്ല ഗൈസ് ഞാൻ കുളമാക്കിയത്. എന്നിട്ടും ഞാൻ അടങ്ങിയിരുന്നില്ല. ഞാൻ പിന്നെയും ആ പൂവിൽ ഞാനത് കുളമാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡ് നമ്മുടെ പൂമ്പൊടി ഇരിക്കുന്നൊക്കെ പോലെ ഞാനങ്ങ് ചെയ്യാൻ തുടങ്ങി. പിന്നെയാണ് എനിക്ക് തോന്നിയത് അതൊട്ടും വേണ്ടായിരുന്നു. ഇത് ഏറ്റവും വലിയ ഫ്ലോപ്പായിപ്പോയത്. ഒന്നാമത് ഫ്ലോപ്പായിട്ടിരിക്കുക, ഞാനതിൽ ഒന്നോടെയും കൂടി കുളമാക്കുന്ന രീതിയിൽ അതങ്ങ് ചെയ്തു. പിന്നെ തോന്നി അത് വേണ്ടായിരുന്നു എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ആ വലിയ 2 പൂവിൽ മാത്രം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതായതുകൊണ്ടാണെന്ന് വിചാരിക്കുമെന്ന് ഓർത്ത് ഞാൻ ആ വലുതിലും 2ലും മാത്രം അത് കൊടുത്തു. പിന്നെയാണ് ആ സൈഡിൽ പച്ച കളർ ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അത് കുറേ തണ്ട് ഇലയും കൂടി ആയേക്കാം. ഏതായാലും കുളമായില്ലേ, അപ്പോൾ മൊത്തത്തിൽ കുളമാക്കിയേക്കാന്ന് ഓർത്ത് പച്ചയും കൂടി അങ്ങ് ചാർത്തി. പച്ച മുഴുവനും അടിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ ഞാനതൊരു വള്ളിയിൽ മാത്രം ഒതുക്കി. പിന്നെ ആ പച്ച കളർ കൊടുത്ത് ഞാൻ മൊത്തത്തിൽ അങ്ങ് കുളമാക്കി ഗൈസ്. പിന്നെ എന്നെ പരിചയപ്പെടുത്തില്ല, എൻ്റെ പേര് നന്ദന എന്നാണ്. എൻ്റെ വീട് അടിമാലിലാണ്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ചുമ്മാ ഇരുന്നപ്പോൾ തോന്നിയ ഭ്രാന്താണിത്. പിന്നെ ആ ഒരു ഭ്രാന്തായിട്ട് തന്നെ ഇരിക്കട്ടെ. നമ്മുടെ ഫ്ലോപ്പായ പെയിൻറ്റിങ് എന്തായാലും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ അമ്മൂസ് കൊച്ചുമോൾ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ചേച്ചി പറയുന്ന പോലെ ഒരു ഫോട്ടോഷൂട്ട് ആയാലോ.